കഴിഞ്ഞ ദിവസം നമ്മൾ അതായത് ഒരാഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ഒരു രൂപ കറൻസിക്ക് ഏകദേശം 1,00,000 രൂപ വാല്യൂ വരും, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഓൺലൈൻ സൈറ്റുകൾ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതുപോലെ ഇതുപോലുള്ള ന്യൂസുകൾ കണ്ട് കറൻസികളും കോയിൻസും ഒക്കെ വിൽക്കാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. ഇത് മുഴുവനായിട്ട് കേൾക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ ആളുകളെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കോയിനാണിത്. അതായത് നമ്മുടെ മലയാളത്തിൽ തന്നെ 1-2 ചാനലുകൾ ചെയ്തിരിക്കുന്നു ഇതിന് ഏതാണ്ട് 4,00,000 രൂപയോളം വാല്യൂ വരുമെന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട്. ഇതുപോലെ മണ്ടത്തരങ്ങൾ ചില 1-2 ചാനലുകൾ നമ്മൾ കണ്ടിരുന്നു. അപ്പം ഒന്ന് പറയട്ടെ, ഇതിന് ഏകദേശം ഇതെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ കോയിനാണ്, സർക്കുലേഷനുള്ള കോയിനാണ്. അതുകൂടാതെ തന്നെ ഇതിന് നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു കളക്ഷൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം ഈ സാധനം കിട്ടിയില്ലെങ്കിൽ മാക്സിമം ഒരു 30 രൂപ, അതായത് യൂസ്ഡ് കണ്ടീഷനിലുള്ള ഈ കോയിന് ഏകദേശം ഒരു 30 രൂപ റേഞ്ച് വരെയൊക്കെ കൊടുക്കത്തുള്ളൂ. അതിലിപ്പോൾ പഠനത്തിൻ്റെ ആവശ്യമായിട്ട് ഈ കോയിൻ വേണം, ഇപ്പോൾ കിട്ടുന്നില്ല, അപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 30 രൂപ റേഞ്ച് വരെയുള്ള കൊടുത്തേ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സംശയം ഇതോടെ തീരണം. കാരണം ഒത്തിരി തെറ്റായ ന്യൂസുകൾ അറിയാൻ മേലാത്ത ആളുകൾ കൊടുക്കുന്നുണ്ട്, യൂട്യൂബിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയായിരിക്കും. നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാനലിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ വന്നൊരു സംഭവമാണ് ഈ 1 രൂപ കറൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 1,00,000 രൂപ. അപ്പോൾ ഇത് കാണുന്ന സാധാരണക്കാരെല്ലാം നമ്മൾ വിൽപ്പനയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ട് ഇട്ടതും, അതായത് ഇപ്പോൾ ഈ 5 രൂപയുടെ കോയിൻ തന്നെ ലക്ഷങ്ങളൊക്കെ കൊടുത്ത് OLX എന്ന് പറയുന്ന മീഡിയയിൽ കൊണ്ടിട്ടിട്ട്, അതായത് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ടിട്ട് ഒത്തിരി അബദ്ധങ്ങൾ പറ്റി ഒത്തിരി ആളുകളെക്കുറിച്ച് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈയിടെയായിട്ട് കുറച്ച് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതിനൊക്കെ വളരെ നിസ്സാരം പൈസ ആകത്തുള്ളൂ. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ കളക്ഷൻ ചെയ്യാൻ നേരത്ത് കിട്ടിയില്ലെങ്കിൽ വളരെ നിസ്സാരമായി വില കൊടുത്താൽ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള ന്യൂസുകളാണ് മെയിൻ പ്രശ്നം. 1-2 ന്യൂസുകൾ ഞാൻ കാണിച്ചു തരാം. ഒരിടയ്ക്ക് വന്നിരുന്നു 20 പൈസയുടെ കോയിൻ ഏകദേശം 80,000 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഫ്ലിപ്കാർട്ടിൽ വന്നിരുന്നു. പക്ഷേ അത് നമുക്ക് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് ക്ലിക്ക് കഴിയുമ്പോഴേക്കും അതുമായി ബന്ധപ്പെട്ട കുറേ കോയിൻസും അതിൻ്റെ വിൽപ്പനയും കാര്യങ്ങളുമാണ്. അത് വേറൊന്നുമല്ല, കൂടുതൽ ആളുകളെ ഈ ഒരു മേഖലയിലോട്ട് ആകർഷിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ 1 രൂപയുടെ ഒരു കോയിൻ വിക്ടോറിയ രാജ്ഞിയുടെ കോയിന് ഏകദേശം 10 ലക്ഷം 25 ലക്ഷം രൂപ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ന്യൂസുകൾ ഇടുന്നതുകൊണ്ട് അതുപോലെ തന്നെയാണ് കഴിഞ്ഞിടയ്ക്ക് വന്ന ഈ 1 രൂപയുടെ കറൻസിയുടെ കാര്യം. ഇതുപോലുള്ള ന്യൂസുകൾ ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. അത് സാധാരണക്കാരെ ഒത്തിരി രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ട്. അതൊരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന ഒരു സാധാരണക്കാരൻ തീർച്ചയായിട്ടും ഇത് വിൽക്കാൻ വേണ്ടി നോക്കുന്ന OLX പോലുള്ളൊരു മീഡിയയിലാണ്. അവിടെ അവർ കൊണ്ട് ഇതിടും. അപ്പം നമുക്ക് എങ്ങനെയാണ് പലർക്കും അബദ്ധങ്ങൾ പറ്റി. ഒരാൾക്ക് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു, അയാളുടെ കയ്യിൽ നിന്ന് പൈസ പോയി. കാരണം ഇതുപോലുള്ള വ്യാജ ന്യൂസുകൾ കണ്ട് കോയിൻ വിൽക്കാനായിട്ട് കയ്യിൽ നിന്ന് പൈസ പോയി. അതായത് ലക്ഷങ്ങൾ കിട്ടുമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടമാകുകയാണ്. ഒത്തിരി ഫ്രോഡ് പരിപാടികൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെന്നും കൂടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒത്തിരി നീട്ടിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള ന്യൂസ് കാണുമ്പോൾ ആളുകൾ ഇത് വിൽക്കാൻ വേണ്ടി ഇടും. അതായത് ചെറിയ വിലയ്ക്കൊന്നും, കാരണം ഇതിൻ്റെ യഥാർത്ഥ വാല്യൂ അറിയാത്തതുകൊണ്ട് ചെയ്തു പോകുന്നതാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ദിരാഗാന്ധിയുടെ കോയിനാണെങ്കിൽ ഇപ്പോൾ ഒരു 50,000 രൂപ, അല്ലെങ്കിൽ ഈ 1 രൂപയുടെ ന്യൂട്ടൺ ന്യൂസ് കണ്ടുകൊണ്ട് എല്ലാവരും 1,00,000 രൂപയ്ക്കൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇടുമ്പം തന്നെ നമുക്ക് ഇതിൻ്റെ യഥാർത്ഥമായിട്ട് ഇത് മേടിക്കാൻ താല്പര്യമുള്ള ഒരാളും ഒരിക്കലും നമ്മൾ ഇട്ട വിലയ്ക്ക് തരാമോ എന്ന് ചോദിക്കത്തില്ല. അതിലും കുറച്ച്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 1000 രൂപയുടെ കോയിൻ മേടിക്കാൻ നോക്കിയെങ്കിൽ അയാളോട് ഞാൻ ചോദിക്കുന്നത് എനിക്കിതൊരു വില കുറച്ച് തരുമോ എന്ന് ചോദിക്കുന്നത്. അവരല്ലെങ്കിൽ അവർ പറയാം അപ്പം കുറയ്ക്കാം. അപ്പോൾ നമ്മൾ മാക്സിമം എത്രത്തോളം കുറയ്ക്കാവോ അത്രത്തോളം കുറച്ച് മേടിക്കാൻ യഥാർത്ഥ ഒരു ജെന്യുവൻ ബയ്യർ ആണെങ്കിൽ നോക്കത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ഇതുപോലെ ഈ 1,00,000 രൂപയ്ക്ക് ഇടുമ്പോൾ അതേ വിലയ്ക്ക് തന്നെ എഗ്രി, അത് ഞങ്ങൾ മേടിച്ചോളാം എന്ന് പറഞ്ഞ് ഡീറ്റെയിൽസ് നമ്മൾ തരുമ്പോൾ നമ്മൾ ഓർക്കും ശരിയായിരിക്കും, ഇത്രയും വാല്യൂള്ളതല്ലേ, ആ മീഡിയയൊക്കെ പറഞ്ഞല്ലേ എന്ന് ഓർത്ത് നമ്മൾ അവർക്ക് ഡീൽ ചെയ്യും. അപ്പോൾ അവർ നമ്മളോട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അയച്ചു കൊടുക്കാൻ പറയും, ചിലപ്പോൾ ആധാർ കാർഡ് അയച്ചു കൊടുക്കാൻ പറയും, ചിലപ്പോൾ നമ്മുടെ പാൻ നമ്പർ അയച്ചു കൊടുക്കാൻ പറയും, ചിലപ്പോൾ നമ്മുടെ ഫോണിൽ വരുന്ന ഒരു OTP കൂടെ അയച്ചു കൊടുക്കാൻ പറയും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രശ്നങ്ങളാകുന്നത്. ആ OTP അയച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള പൈസയും കൂടെ അങ്ങ് പോയി കിട്ടും. അതാണ് ഇതിനകത്ത് സത്യാവസ്ഥ. ചിലരുടെ അടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയുടെ വെളിയിൽ നിന്നായിരിക്കും. അവർ പറയും അതിനാണ് നമ്മൾ ടാക്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത്ര രൂപ അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കുറച്ച് പൈസ അങ്ങോട്ട് അയക്കണം എന്ന് പറയും. സ്വാഭാവികമായിട്ടും എല്ലാം ചിന്തിക്കും 10-50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ കിട്ടുന്നതല്ലേ, അപ്പോൾ ഒരു 12,000 രൂപ അങ്ങോട്ട് അയച്ചാൽ എന്താണെന്നുള്ളൊരു ചിന്താഗതിയിൽ പൈസ അയക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെ അതിൻ്റെ അയക്കുന്ന രീതി വരെ എത്തിയവരുണ്ട്. എന്നിട്ട് എന്നോടൊന്ന് സംശയം ചോദിച്ച കുറേ പേരുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ സംഭവമുണ്ട്, ഇതൊക്കെ ഉള്ളതാണ്. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോഴേ ബ്ലോക്ക് ചെയ്തേക്ക്. കാരണം OLXൽ ഈ ഒരു മേഖലയിൽ മാത്രമല്ല, എന്ത് വിൽക്കാനിട്ടാലും ഇതുപോലെ മെസ്സേജുകൾ വരും. നിങ്ങളുടെ സാധനം ഞാൻ മേടിക്കാൻ ഞാൻ പണ്ട് ഒരു ദിവസം ഒരു അതായത് വീശുന്ന വല ഇട്ടപ്പോൾ തന്നെ ഇന്ത്യക്ക് വെളിയിൽ നാൾ വന്ന് സാധനം എന്താണെന്ന് പോലും അറിയത്തില്ല. ഞാൻ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നമ്മളതിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവർ അടുത്ത പരിപാടി തുടങ്ങും. അവർ പറയും. വേറൊരു പുള്ളി എന്നോടെന്ന് പറഞ്ഞാണ്, പുള്ളിക്ക് അവിടുന്ന് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ പേപ്പർ വരെ, അതായത് ഒരു സ്ക്രീൻഷോട്ട് വരെ അയച്ചു കൊടുത്തിരിക്കുന്നു. അതായത് അവർക്ക് പേപ്പർ അത് നിങ്ങളുടെ അയച്ചു, ഇനി 2% കൂടെ കയറാവുള്ളൂ, അത് കയറണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പൈസ കൊടുക്കും.
അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള തട്ടിപ്പുകൾ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓയിൽ ഇതിനൊക്കെ നിസ്സാരം വിലകളേ ഉള്ളൂ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ മറ്റേ വീഡിയോയുടെ തുടർച്ചയായിട്ട് ഇന്നത് ഈ വീഡിയോ കൂടി ഇട്ടത്. അപ്പോൾ ഇതുപോലുള്ള ഇന്ത്യൻ കോയിൻസും കറൻസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ജെന്യുവനായിട്ടുള്ള സത്യസന്ധമായുള്ള കാര്യങ്ങളും അവയുടെ മാർക്കറ്റ് വാല്യൂം കാര്യങ്ങളുമാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറയുന്നത്. അതായത് ഒരിക്കലും ഈ കോയിനും കറൻസിയൊക്കെ ഇതിൻ്റെ ഫേസ് വാല്യൂവിൽ കൂട്ടി വിൽക്കണമെന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. അതായത് കളക്ഷൻ ചെയ്യുന്നവരുടെയൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഒരു വില നമ്മൾ പറയാറുണ്ട്. ആ ഒരു വില മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കിപ്പം അത്യാവശ്യമായിട്ടൊരു കളക്ട് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എത്ര രൂപ വരെ കൊടുത്ത് വാങ്ങാം എന്നാണ്. അല്ലാതെ ഈ ഫേസ് വാല്യൂ ഉള്ള സാധനങ്ങൾ, അതായത് ഇപ്പോൾ 5 രൂപയുടെ സാധനം 10 രൂപയ്ക്കോ 100 രൂപയ്ക്കോ ഒക്കെ വിൽക്കണം എന്ന് ഒരിക്കലും നമ്മുടെ ചാനലിലൂടെ പറയുന്നില്ല. നമ്മുടെ ചാനലിലൂടെ വിൽപ്പനകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. നമ്മൾ മാക്സിമം ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുക. അവർ ഇപ്പോൾ ഈ ഒരു സംഭവം പറയാനുള്ള കാരണം വെച്ചാൽ ഇത് ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോൾ ആകുന്നുണ്ട്. കുറേ പേരെന്നോട് പറഞ്ഞു. അപ്പോൾ ഇത് ഉദാഹരണത്തിന് നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് തന്നെ വന്നിരുന്നു, ഇങ്ങനൊരു അബദ്ധം പറ്റി കയ്യിൽ നിന്ന് പൈസ പോയെന്ന്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒന്നുകൂടെ ആളുകൾ പുതിയ കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും അറിയുന്നതിന് വേണ്ടിയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഏത് കോയിൻസുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ കോയിൻസാണ് ഉദ്ദേശിക്കുന്നത്, ഈ കോയിൻസുമായിട്ട് ബന്ധപ്പെട്ടതും കറൻസിയായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും വാല്യൂ ഒക്കെ അറിയണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ തീർച്ചയായിട്ടും ആ കമൻറ്റ് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾ പൂർണ്ണമായിട്ടും തീർത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇത് അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് നമ്പറുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നമ്പറുണ്ട് നമ്മുടെ. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നിങ്ങൾ 100-300ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന മിക്കതിൻ്റെ സംശയങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇടയ്ക്ക് ആ കമ്മ്യൂണിറ്റി ടാബോടെ ചെക്ക് ചെയ്യുക. ഞാൻ ആ പോസ്റ്റുകൾ, ആ വീഡിയോകൾ ഒന്നും കൂടെ റീപോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. കാരണം ഒത്തിരി പഴയ വീഡിയോസ് ചിലപ്പോൾ നിങ്ങൾ കണ്ണി പെട്ടെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ അത് കമ്മ്യൂണിറ്റി ടാബിൽ നിന്ന് റീപോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ നിന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. നമ്മൾ ഉടനെ നമ്മൾ നല്ല വീഡിയോകളായിട്ട് വരുന്നതാണ്. കോയിനും കറൻസിയൊക്കെ ബന്ധപ്പെട്ട നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പം ഇതുപോലുള്ള വീഡിയോകളായിട്ട് വരുന്നിടം വരെയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ബൈ.